ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1, പുതിയൊരു മാസമാണ്. നമുക്കെല്ലാവർക്കും അടിപൊളി പ്രോഫിറ്റുകൾ മേക്ക് ചെയ്യാൻ പറ്റട്ടെ. സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് മാസമായിരുന്നു. നമുക്കൊരു തുടർച്ചയായിട്ടൊരു 3 വീക്ക് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം എല്ലാവർക്കും 1 വീക്ക് 1.5 വീക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക അവിടെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനുശേഷം ആണ് നമുക്ക് ഒക്ടോബർ ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഒക്ടോബറിൽ ഫസ്റ്റ് ഡേ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. മീൻസ് എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിങ് സെറ്റപ്പാണ് വന്നേക്കണത്. അപ്പോൾ നല്ല ദിവസമായിരുന്നു ഒക്ടോബർ സ്റ്റാർട്ടിങ് കേട്ടോ. ഇതാണ് നമ്മുടെ നിഫ്റ്റി സ്പോട്ട് ചാർട്ട്. ഇന്ന് രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എല്ലാതും. നമുക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. ട്രേഡുകളിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അവിടേക്ക് കണ്ടിന്യൂസ്ലി ഒരു നല്ലൊരു ബുള്ളിഷ് റൺ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിക്ക് അപ്സൈഡ് പോയി, അതിനുശേഷം ഒരു ഡൗൺഫോൾ വന്ന് പിന്നെയും കണ്ടിന്യൂ ആയി. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തന്ന ശേഷം ഒന്നത് പ്രൈസിനെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാവും പിന്നെയും ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് ഹയർ ടൈം ഫ്രെയിംസ് വേണമെങ്കിൽ ഇടാം. മനസ്സിലായില്ലേ? നമ്മൾ ടോട്ടലൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ എങ്ങനെയാണ് അത് നോക്കണം എന്നുള്ള കാര്യം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. നമ്മളിപ്പോൾ സാധാരണ ആദ്യം ഞാൻ എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയത് അതേപോലെ അല്ല ഇപ്പോൾ നോക്കണത്. അതിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്ത് ഓക്കെ ആണെങ്കിലാണ് ഞാനത് പറയുള്ളൂ. തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് പോണത് കേട്ടോ. ഒരാഴ്ചയായി ഇപ്പം ഇങ്ങനെ തന്നെ ഇതേ ഒരു ഫോർമാറ്റിൽ പോകണം. വലിയ പ്രശ്നമില്ല. സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ. അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും മാറ്റങ്ങളും സ്ട്രൈക്കിൽ എങ്ങനെ എടുക്കാന്നുള്ളതൊക്കെയും അത് നിങ്ങൾ കോഴ്സ് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞതാണ്. വേറെ ഒന്നുമല്ല. നമുക്ക് കുറേ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 ട്രേഡാണ് നല്ല ട്രേഡ് വന്നതാണത്. വേറെ ട്രേഡുകളുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1:1 എന്നുള്ള ലെവലിലേക്കാണ് പോണത്. ഫസ്റ്റ് നമുക്ക് സീറോ ഹീറോയുടെ കാര്യം പറയാം. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ സീറോ ഹീറോ ആണ്. ഒരു ട്രേഡാണ് കൊടുത്തത്. ഇന്ന് സെൻസസ് എക്സ്പീരിയൻ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ സീറോ ഹീറോയുടെ ഒരു ട്രേഡാണ് കൊടുത്തത്. അത് ഞാൻ കൊടുത്ത് 80,900 സി ആണ്. ഈ പ്രൈസുകളില്ല കേട്ടോ. 80,900 സിന് നമുക്ക് ഈ ഒരു പ്രൈസുള്ളൂ. 50 രൂപ 70 പൈസ. ഈ ഒരു പ്രൈസിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സീറോ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുത്ത ശേഷം അപ്പോൾ തന്നെ ക്യാൻഡിൽ കയറി പോവുക എന്നുള്ളതല്ല. അത് ഒരു ഐഡിയ ആണ്. ചില കാര്യങ്ങൾ അവിടെ കറക്റ്റായി വരുന്ന നേരത്ത് സി സൈഡാണ് ഞാൻ ഫുൾ ലോട്ട് ഇടാൻ പറഞ്ഞത്. പി സൈഡ് ഒരു ലോട്ട് ഇടാനാണ് പറഞ്ഞത്. സീറോ ഹീറോയ്ക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് റൂൾസ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. പറഞ്ഞ രീതിയിൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ സീറോ ഹീറോ എടുക്കുമ്പോൾ നമുക്ക് ഈ റെഡ് ക്യാൻഡിൽ വരണം എന്നൊരു നിർബന്ധം പിടിക്കാൻ പാടില്ല. ഞാനൊരു പ്രൈസ് തരുന്നു. ഇവിടെ റെഡ് ക്യാൻഡിൻ്റെ ബോട്ടിലോസ് ഒന്നും മുകളിലല്ല, എല്ലാ അടിയിലാണ്. ബേസിക്കലി ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ കയറിനോട് കൂടിയിട്ട് ഈ ട്രേഡ് ആക്ടിവേഷൻ ആവും. ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ഒരു വട്ടം ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഈ ട്രേഡ് ആക്ടിവേഷനാണ്. അതൊരു 80-100 എന്നുള്ള രീതിക്കാണ്. നിങ്ങൾക്ക് ഇത്രയോളം ശതമാനം കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സീറോ ഹീറോ ചെയ്യണവരുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ മാത്രം നോക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ നോക്കണമെങ്കിൽ നോക്കാം. അങ്ങനെ നോക്കിയെടുത്താലും തെറ്റൊന്നുമില്ല കാര്യത്തിന്. പക്ഷേ ഇവിടെ റെഡ് ക്യാൻഡിൽ വന്ന് ഇവിടെയാണ്. അതിനുശേഷം ലിമിറ്റിക്ക് വന്നു. ഈ റെഡ് ക്യാൻഡിൽ വരുന്ന സ്ഥലം ഇതൊരു പ്രശ്നമാണ്. ഇത് 1:1 വന്ന ഏരിയയാണ്. അതായത് ഇവിടെ നിന്ന് ഗ്രീൻ ക്യാൻഡിൽ നിന്ന് ട്രേഡ് എടുത്തവർക്ക് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് ഇവിടെ 1:1 ആവും. അതിനുശേഷം നിങ്ങൾക്ക് എൻട്രി വരിക. എന്നാലും പ്രശ്നമില്ല. ലിമിറ്റിൽ തന്നെയാണ് അപ്പോൾ എൻട്രി വന്നേക്കണത്. അപ്പോൾ എല്ലാവർക്കും ട്രേഡ് അവിടെ ആക്ടിവേഷൻ ആയി എന്ന് ഞാൻ പറഞ്ഞു വരണത് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ 120-130 പോയിന്റ് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട പോയിന്റുകൾ എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങുക. സി സൈഡിക്ക് ഫുൾ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറവേ ഉള്ളൂ. 50 രൂപ ഉള്ളൂ. 50 രൂപ പ്രൈസിൻ്റെ പ്രീമിയം നിങ്ങൾക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു ലോട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചിലവ് 1000 രൂപയേ ഉള്ളൂ. അവിടെ ഒരു SL വരികയെന്നുണ്ടെങ്കിൽ അത് അടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ 800 നഷ്ടം തന്നെയാണ്. 40 പോയിൻ്റാണ്
SL അല്ലെങ്കിൽ 50 പോയിന്റ് SL ആയിട്ട് കൂട്ടാം. അപ്പോൾ 800 നഷ്ടം വരും. അപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, 800 ലോസ് വയ്ക്കണം, അതിൽ കാര്യമില്ലല്ലോ. അപ്പം മാക്സിമം റിസ്കിലേക്ക് പോകാണ്ടിരിക്കുക. അവിടെ കുറേ ലോട്ട് എടുക്കാം, അതെനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. 20 200 എടുക്കാൻ പറ്റും, നല്ല ക്യാപിറ്റലുള്ളവർക്ക് 2000 എടുക്കാൻ പറ്റും. അവർക്ക് 40 പോയിന്റ് കിട്ടിയാലും 80 പോയിന്റ് കിട്ടിയാലും അവർ ഹാപ്പിയാണ്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ ലോസാണ് വരിക. ഞാൻ CEO ഓക്കെയാണ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളായിട്ട് പോയിട്ട് ലോട്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യില്ല. നിങ്ങൾ എടുക്കണ നോർമൽ ലോട്ട് എടുക്കുക, നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലോസ് മാത്രം മതി എന്നുള്ള രീതിക്ക് നിങ്ങൾ 0 ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് 0 കുറിച്ച് പറയാനുള്ളത്. 130 പോയിന്റ് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന 80-700 ആണ്. ഇതൊക്കെ നോർമൽ ട്രേഡാണ് കേട്ടോ. 80 ഇനി പറയാൻ പോകുന്നതൊക്കെ നോർമൽ ട്രേഡുകളാണ്. 80-700 170 പോയിന്റാണ് വഹിക്കണത്. 10 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം പോയിന്റ് ഉണ്ട്. 170 കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. 10 മിനിറ്റിനുള്ളിൽ 100 പോയിന്റ് എന്തായാലും കിട്ടും, അല്ലെങ്കിൽ 120 പോയിന്റ് എന്തായാലും വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളത്തെ ആൻസർ. ഇതൊക്കെ നോർമൽ ട്രേഡുകളാണ്. ഇപ്പോൾ നമുക്ക് 24-800 ഇത് ഫുൾ ടാർഗറ്റാണ്. 50 പോയിന്റാണ്, നിഫ്റ്റിയാണ് കേട്ടോ. 10 മിനിറ്റിൽ അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടാർഗറ്റിലേക്ക് പോകും. പിന്നെ വേറൊരു നിഫ്റ്റി സ്ട്രൈക്ക് കൊടുത്തില്ലായിരുന്നു 24-700. 24-700 നമുക്ക് 123 പറഞ്ഞ പ്രൈസാണ് കേട്ടോ ആക്റ്റീവ് ആയിക്കണത്. അടിയിലത്തെ 103 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ഉണ്ട്. ബേസിക്കലി ഞാൻ കൊടുത്തിട്ടില്ല. 103 അല്ല, 109 എന്ന് പറഞ്ഞ പ്രൈസ് ഉണ്ട്, അത് ഞാൻ കൊടുത്തിട്ടില്ല. അവിടെ അല്ല, 123 എൻട്രി വരുന്നത്. അപ്പോൾ അത് ഫുൾ ടാർഗറ്റാണ്. എൻ്റെ മുകളിലേക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും ട്രെയിൽ ചെയ്യാൻ പറ്റുന്നവർക്കും അത് കിട്ടും. പിന്നെ 80-600 ആണ്. 80-600 ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഇത് പേഴ്സണൽ ട്രേഡാണ്, ഇത് ഫുൾ ടാർഗറ്റാണ് വന്നാണ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 80-400 ആണ്. 80-400 ഫസ്റ്റ് ട്രേഡ് 1:1 വന്ന ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് SLലേക്ക് വന്നത്. ഈ 1:1 വന്ന ശേഷമാണ് ഞാൻ വോയിസ് ഇട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും ഒരു 1:1 വന്ന ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു 1:1 വന്നു, അതായത് നിഫ്റ്റിയിൽ ഒരു 10 പോയിന്റ് പ്രോഫിറ്റ് വന്നു, ഈ സെൻസസിൽ 40 പോയിന്റ് പ്രോഫിറ്റ് വന്നു. നിഫ്റ്റിയിൽ SL 10 പോയിന്റ് ഇടുന്നതുകൊണ്ടാണ് 10 പോയിന്റ് പ്രോഫിറ്റ് 1:1 ആവണത്. സെൻസസിൽ 40 പോയിന്റ് പ്രോഫിറ്റ് വരുന്നത്, 40 പോയിന്റ് SL ഇടുന്നതുകൊണ്ടാണ് 1:1 പ്രോഫിറ്റ് 40 വരുന്നത്. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ലോട്ട് അവിടെ എണ്ണപ്പെടും. 1:1 വന്ന ശേഷം നിങ്ങൾക്കവിടെ സെല്ല് ചെയ്യാം, കുറച്ച് എമൗണ്ടിന്, കുറച്ച് ലോട്ടിന്. അതായത് പകുതി ലോട്ടിനെ സെല്ല് ചെയ്യുക, പകുതി ലോട്ടിന് SL തന്നെ വെക്കുക. ഇനി ഒരു ലോട്ടിട്ട് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മേടിച്ച പ്രൈസിലേക്ക് SLനെ കയറ്റി വയ്ക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം ഹോൾഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ റീ എൻട്രി ആണെങ്കിൽ റീ എൻട്രി കിട്ടിയിട്ടില്ല, കാണാൻ പറ്റും. റെഡ് ക്യാൻഡിൽ അടിയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങോട്ട് നല്ലൊരു ബുള്ളിഷ് റണ്ണാണ് ഉണ്ടായിരുന്നത്. നമുക്കവിടെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. അതാണ് ഞാൻ 80-400 മിസ്ഡാണ്. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഹയർ പ്രൈസിലാണ് കിട്ടുന്നത്. ഇവിടെ റെഡ് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതോടെ ചിന്തിക്കാൻ പറ്റില്ല. എൻട്രി എടുക്കുമ്പോൾ ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. 60 പോയിന്റ് മുകളിൽ നമുക്ക് എടുക്കാൻ നിൽക്കണം. അപ്പോൾ അതിനൊക്കെ വന്ന് വിട്ട് കളയാം, അത്രേ ഉള്ളൂ കാര്യം. PZ ഒന്നും വന്നിട്ടില്ല കേട്ടോ. PZ ചിന്തിച്ചിട്ടില്ല ഒന്നും. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്കുണ്ടായിരുന്നത്. ക്രൂഡ് ഓയിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. പേഴ്സണലി ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണ് ടെക്നിക്ക് എന്ന് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സഹായയിൽ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തു, നിങ്ങൾക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്നോട് ദേഷ്യം വെച്ചിട്ട് കാര്യമില്ലേ? സീരിയസ്ലി പറയാമല്ലോ. നിങ്ങൾക്ക് അവിടെ തരേണ്ട ട്രേഡ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റിലിരിക്കുക. അപ്പോൾ ക്രൂഡ് ഓയിൽ ഞാനിപ്പോൾ അത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് കണ്ടു ഞാൻ എടുത്തു, അത്ര ഉള്ള കാര്യം. എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടണില്ല. അതിനേക്കാൾ അപ്പുറം ഇൻഡെക്സ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് നല്ല എൻട്രികൾ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം പറയണത്, നിങ്ങൾക്കത് മനസ്സിലായാലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളതൊക്കെയാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അത് അത്ര ചിന്തിക്കുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ആയാലും ശരി, ക്രൂഡ് ഓയിലാണെങ്കിലും ശരി, ഒരാളിനെയും കാത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളാണ് പരിശ്രമിക്കേണ്ടത്. അത് നമുക്ക് കോഴ്സ് പഠിച്ചിട്ടാണെങ്കിലും ശരി, സ്വന്തമായിട്ടൊരു ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും ശരി, നിങ്ങൾ എപ്പോൾ സ്വന്തമായിട്ട് എടുക്കാൻ പഠിക്കണു അപ്പോഴാണ് ഫ്രീഡത്തേക്ക് എത്താൻ പറ്റില്ല. ഞാൻ പറയണത് ഇപ്പോൾ ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീഡം എന്നുള്ളൊരു വേർഡിലേക്ക് വരണത്. ബേസിക്കലി ഫ്രീഡത്തിനും പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്നതിനും ഇടയിലൊരു ദൂരമുണ്ട്. ആ ദൂരം ഇത്തിരി വലിയ ദൂരമാണ്. അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഫ്രീഡത്തേക്ക് എത്തുള്ളൂ.
നിങ്ങളുടെ ക്യാപിറ്റൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്യാപിറ്റൽ ഇറക്കാൻ പറ്റുന്ന ആളാണ്, ട്രേഡിങ് നന്നിട്ട് മനസ്സിലായിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റിക്ക് വരാൻ കോൺഫിഡൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫ്രീഡത്തിൻ്റെ അടുത്തേക്ക് വരും. മനസ്സിലായില്ലേ? നമുക്ക് ഈസി ഫ്രീഡം കിട്ടും. ഇനിയിപ്പോൾ ക്യാപിറ്റൽ കുറവാണ്, നമുക്ക് പതുക്കെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ ലോസുകളും വലിയ വലിയ പ്രോഫിറ്റുകളും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയാലാണ് കുറേ കാലം കൊണ്ട് ഈ ക്യാപിറ്റലിനെ ഇൻക്രീസ് ആക്കിയിട്ട് നമുക്ക് ഇതിലൊന്ന് ലോട്ട് കൂട്ടിയിട്ട് ഇതേ സംഭവം പ്രയോഗിച്ചിട്ട് പിന്നെയും പ്രോഫിറ്റിക്ക് പോയിട്ട് ആ ഫ്രീഡത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഫ്രീഡം എന്ന് പറഞ്ഞ സംഭവം കുറേ ദൂരത്ത് കിടക്കുന്ന സംഭവമാണ്. നിങ്ങളിപ്പോൾ ഒരു സംഭവം പഠിച്ചു, ഒരു ക്യാഷ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറേ കൊണ്ടുവരാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീഡത്തേക്ക് ഇതിലൊന്ന് എളുപ്പമാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്യണം. നിങ്ങൾ ഈ സംഭവം ട്രൈ ചെയ്ത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റണം. എന്നിട്ടാണ് ആ ഫ്രീഡം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉള്ളൂ. ക്യാപിറ്റൽ കൂടുതലുള്ളവരുടെ കാര്യം, കുറവുള്ളവരുടെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ ക്യാപിറ്റലിനെ ഡബിളാക്കി ത്രിബിളാക്കിയിട്ട് വേണം ഫ്രീഡത്തേക്ക് എത്താൻ. അതായത് ഫ്രീഡം എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായത്? നിങ്ങളെല്ലാം ക്യാപിറ്റൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എങ്ങനെ ട്രേഡ് എടുത്താലും പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അങ്ങനത്തെ ഒരു ലെവലാണ് ഫ്രീഡം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. അങ്ങനെ കേൾക്കണമുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫ്രീഡമാണ് മെയിൻ സംഭവം ഒന്നും. പക്ഷേ ആ ഒരു ദൂരം ഫ്രീഡം എന്ന് പറഞ്ഞ വാക്കിലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. അത് ട്രേഡ് എടുക്കുന്നവർക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ക്യാപിറ്റൽ ഉള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് 2 പേർക്കും ഫ്രീഡത്തേക്ക് എത്താൻ ഒരു ഫ്രീഡം എനിക്ക് വേണം ലൈഫിൽ എന്നുണ്ടെങ്കിൽ, ക്യാഷ് കൊണ്ടൊരു ഫ്രീഡം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 കൂട്ടർക്കും ടൈമുണ്ട്. ട്രേഡിങ്ങിൽ തന്നെ കിട്ടണം എന്നുള്ള നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ആ ടൈം ഇങ്ങനെയാണ് വരിക, ഇതിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേ അല്ലെങ്കിൽ ഒരാളെ നിന്ന് പഠിച്ചെടുക്കുകയെ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്ന സംഭവം നിങ്ങൾ എന്തായാലും ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടാലേ അത് കിട്ടുള്ളൂ. നിങ്ങൾ 9 to 5 ജോലി ചെയ്തുകൊണ്ടൊന്നും ഫ്രീഡം അത് ഇതിൻ്റെ അപ്പുറത്താണ്. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 9 to 5 ജോലി ചെയ്യണു അല്ലെങ്കിൽ 9 to 9 ജോലി ചെയ്യണു. ഇങ്ങനത്തെ ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ ഫ്രീഡം, ഈ 2 കാറ്റഗറി അല്ല ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഫ്രീഡം. അവർക്ക് മന്ത്ലി സാലറി കിട്ടണു, ഇത്ര സാലറി, ഇത്ര അവിടെ ഒരു ഫ്രീഡം ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞ സാധനത്തേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ദൂരം പോരാ. മനസ്സിലായില്ലേ? 9 to 5 ജോലി ചെയ്യണായാലും 9 to 10 ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി, വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഈ ഫ്രീഡം എന്ന് പറഞ്ഞ വാക്ക് ഇതിനേക്കാളും കുറേ ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരണമെന്നല്ല, നിങ്ങൾ മാറ്റി ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ സ്ക്രോയിലേക്ക് ഷെയറും കൊണ്ട് കൊടുത്ത് വെച്ചേക്കുക. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.